ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോൺ റാൻഡം ഫൈൻസിന്റെ ഒരു വീഡിയോ ആണ്. ഒരുപാട് യൂസ്ഫുൾ ആയ പ്രൊഡക്ട്സ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പം നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ലൈഫ് ലോങ്ങിന്റെ ടവർ സ്റ്റാൻഡ് ഫാൻ ആണ് വിത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ സ്വിംഗ്. ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 4500 റുപ്പീസ് ആണ്. സാധാരണ പെഡൽ ഫാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമുക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. പക്ഷേ ഈ ഒരു ഫാന് ഒരു വർക്കിംഗ് സ്പേസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫാൻ തന്നെയാണ്. അത്രയും സൗണ്ട്ലെസ് ആണ്. നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസും ഈ ഫാൻ വെക്കുന്ന വഴി ഉണ്ടാവില്ല. ഞങ്ങൾ കൂടുതൽ ഈ ഒരു ഫാൻ വർക്കിംഗ് സ്പേസിലും അറ്റ് ദ സെയിം ടൈം ഉറങ്ങുന്ന സമയത്തും സൈഡിൽ വെക്കാറുണ്ട്. കാരണം ചില സമയത്ത് നമ്മൾ ഹെഡിന്റെ താഴത്തെ പോർഷൻ കുറച്ച് അധികം വേർക്കാറുണ്ട്. അപ്പൊ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ഫാൻ തന്നെയാണത്. ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് പിജിന്റെ ഈ ഒരു എയർ ഫ്രയർ ആണ്. ഇത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 വർഷമായി. ആൻഡ് ഈ 1.5 വർഷത്തിൽ ഞങ്ങൾ എവറി ഡേ ബേസിസിൽ ഈ എയർ ഫ്രയർ ഉപയോഗിക്കാറുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല രീതിയിൽ നമ്മൾ എയർ ഫ്രയർ ഉപയോഗിക്കാറുണ്ട്. ബട്ട് ടിൽ ഡേറ്റ് നമുക്ക് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഇതിന് നമുക്ക് രണ്ട് രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് സിലിക്കോൺ ട്രേ വെച്ചിട്ട്, രണ്ടാമത് ബേക്കിംഗ് ഷീറ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട്. ഇനി ഇതിൽ സെറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ ഒരുപാട് സെറ്റിംഗ്സ് അവൈലബിൾ ആണ്. ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പിസ്സയുടെ, അങ്ങനെ ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മൈക്രോവേവ് അല്ലെങ്കിൽ ഓവനിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റും, അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് എയർ ഫ്രയറിൽ വളരെ ലെസ് ഓയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മൾ നേരത്തെ എയർ ഫ്രയറിൽ വെക്കാൻ ഉപയോഗിച്ച സിലിക്കോൺ ട്രേസ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കൊരു സെറ്റ് ഓഫ് 2 ആയിട്ടാണ് കിട്ടുന്നത്, വിച്ച് റീറ്റെയിൽസ് ഫോർ 269 റുപ്പീസ്. അപ്പോൾ നിങ്ങൾക്കൊരു എയർ ഫ്രൈ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു സെറ്റ് വാങ്ങിച്ച് വെക്കാൻ നോക്കുക. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ന്യൂട്രി പ്രോന്റെ ജ്യൂസർ, മിക്സർ ആൻഡ് ഗ്രൈൻഡർ ആണ്. ഇത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം ദിസ് മേക്കിംഗ് സ്മൂത്തീസ് സോ ഈസി. സ്മൂത്തീസ് മാത്രമല്ല, ഇതിനകത്തൊരു ഗ്രൈൻഡർ ജാറും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ സ്പൈസസ്, പെപ്പർ പൊടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് റൈസ് അല്ലെങ്കിൽ ഡാൽ പൗഡേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ആക്ച്വലി ഇതിൻ്റെ ജാറിന് എനിക്ക് ചെറിയൊരു ലീക്കേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു, ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവർ കൊടുത്ത നമ്പറിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് വിത്തിൻ 1 വീക്ക് അവർ എനിക്ക് എക്സ്ട്രാ 2 ആ ബ്ലേഡായിട്ട് എനിക്ക് അയച്ചു തന്നു. കസ്റ്റമർ സർവീസ് സോ ഗുഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിലും ഈസി അപ്രോച്ചബിൾ ആണ്. ഇത് 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഒന്ന് സിൽവർ, ഒന്ന് ഗോൾഡ്. എനിവേസ് ഏത് കളർ എടുത്താലും പെർഫോമൻസ് അടിപൊളി തന്നെയാണ്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ സെറ്റ് ഓഫ് 2 ആയിട്ട് കിട്ടുന്ന ഗ്ലാസ് മഗ്ഗാണ്. ഇത് ഞാൻ ജ്യൂസ് ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. കുറച്ച് വലിയ മഗ്ഗ് വേണമായിരുന്നു. അടിപൊളിയാണ്, നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഹാൻഡിൽ ഓൾസോ ഇറ്റ്സ് വെരി ഗുഡ്. അത്ര ബ്രിറ്റിൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും അല്ല. ഇറ്റ്സ് എ ഡീസൻറ്റ് പ്രൊഡക്റ്റ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഓൾമോസ്റ്റ് 369 റുപ്പീസ് ആണ്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ആമസോൺ ബ്രാൻഡിൻ്റെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻഡക്ഷൻ ബേസ്ഡ് കുക്ക് വെയർ ആണ്. ഞാനത് ഇൻഡക്ഷനിലാണ് യൂസ് ചെയ്യണം, നോർമൽ സ്റ്റൗവിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ 2 സൈസസ് അവൈലബിൾ ആണ്, ഒന്ന് 3 ലിറ്റേഴ്സിൻ്റെ, ഒന്ന് 5 ലിറ്റേഴ്സിൻ്റെ. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് 5 ലിറ്റേഴ്സിൻ്റെ ആണ്. നല്ല ക്വാളിറ്റിയാണ്, ഇതിന് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ബേസ് വന്നിട്ട് നല്ല തിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ബേസ് തിന്നാണെങ്കിൽ അടിയൊക്കെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം കുക്ക് ചെയ്തു, ബിരിയാണി ഉണ്ടാക്കി. പിന്നെ നമ്മൾ സാധാരണ മട്ടരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു. കുറേ പേര് വരുന്ന സമയത്ത് എനിക്ക് വേറെ വലിയ വെസൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ആമസോണിൽ ഇങ്ങനത്തെ സമം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇത് വിത്ത് ലിഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദം ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു കുഞ്ഞ് സ്റ്റൂളാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് 400 റുപ്പീസ് ആണ്. 2 വേരിയൻസിൽ വരുന്നുണ്ട്, ഒന്ന് ബ്ലാക്കിലും ഒന്ന് വൈറ്റിലും. ഈ ടേബിൾ ബേസിക്കലി ഷോ പീസസ് വെക്കാനും അല്ലെങ്കിൽ ഫ്ലവർ പോട്ട്സ് വെച്ചിട്ട് ഒരു സൈഡ്, ഒരു കോർണർ ഒന്ന് ഈസ്തെറ്റിക്കലി പ്ലീസിങ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത്യാവശ്യം ഡീസൻറ്റ് പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു സോഫ കവറാണ്. നമുക്ക് 2 പൂച്ചക്കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ സോഫ സ്ക്രാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ കവർ ചെയ്യാൻ ഈ ഒരു സോഫ കവർ അടിപൊളിയാണ്. ഇതിന്റെ പല വേരിയൻസും ഉണ്ട്. 3 സീറ്റർ ഇങ്ങനത്തെ ഒരു സോഫ കവറിന് വരുന്നത് ഓൾമോസ്റ്റ് 1500 റുപ്പീസ് ആണ്. വർത്ത് ഇറ്റ് ആണ്, നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കർട്ടൻസ് ആണ്. ഇത് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ആയി. വാഷബിൾ ആണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് വാഷ് ചെയ്യാം. ഇതങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൈൻഡ് കർട്ടൻസ് അല്ല. ചെറിയ രീതിയിൽ രാവിലെ ആകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വെളിച്ചം വരും. എനിക്ക് അങ്ങനത്തെ കർട്ടൻസ് പേഴ്സണലി വേണമായിരുന്നു. ഐ വാണ്ടഡ് സൺലൈറ്റ് ടു കം ഇൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കർട്ടൻസ് ആണ് ചൂസ് ചെയ്തത്. ഞങ്ങൾ എല്ലാ റൂമിലും ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു 2 ടയർ റാക്ക് സ്റ്റാൻഡ് ആണ്. ഇത് ഞങ്ങൾ മെയിൻ ആയിട്ട് വാങ്ങിക്കാനുള്ള കാരണം ഈ ജിയോ ഫൈബറിന്റെ റൗട്ടർ വെക്കാനും അറ്റ് ദ സെയിം ടൈം മേലത്തെ റാക്ക് നമുക്ക് ഹണിയുടെ, ലില്ലിയുടെ ഫുഡ് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിൻ ആയിട്ട് വാങ്ങിക്കുന്നത്. അത്യാവശ്യം സ്റ്റേഡി ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതല്ലാതെ അവർക്ക് കുറേ വേരിയൻസ് ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ വാങ്ങിച്ച ഈ പെർട്ടിക്കുലർ വേരിയന്റിന് പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് 800 റുപ്പീസ് ആണ്. ഒരു ഡീസൻറ്റ് പ്രൊഡക്റ്റ് തന്നെയാണിത്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു ഓയിൽ സ്പ്രേയർ ആണ്. ഇത് വർക്ക് ആവുന്നുണ്ട്, പക്ഷേ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിനകത്ത് ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ സ്പ്രിറ്റ്സ് ചെയ്യുന്ന സമയത്ത് അത് അങ്ങ് സ്പ്രേ ആയിട്ട് വരുന്നില്ല, ഒരു ഫൈൻ ലൈൻ ആയിട്ടാണ് വരുന്നത്. അപ്പോഴാണ് ഇവരുടെ ഒരു ടൈറ്റിൽ നോക്കിയ സമയത്ത് കാനോല ഓയിൽ ആൻഡ് ഒലിവ് ഓയിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാത്തതുകൊണ്ടാണോ ഇങ്ങനെ വരുന്നത് എനിക്കറിയില്ല. എനിവേസ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റിലോട്ട് പോകാം. ഇതാണ് ഗാർലിക് മിൻസർ. ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷനോടെ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്, പക്ഷേ ഇത് അത്രയും കൊള്ളില്ല. ഇത് നമ്മൾ ഗാർലിക്കൊക്കെ അതിനകത്ത് വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അതുകൂടെ അങ്ങ് സ്ക്വീസായി വരുന്നില്ല. ഞാനിനി അത്രയും പ്രഷർ എടുത്ത് പ്രസ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, മേലെ എക്സസ് ആയിട്ട് ഇങ്ങനെ പുറത്തോട്ടും വരുന്നുണ്ട്. ആൻഡ് ഇത് ക്ലീൻ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യില്ല. ഇനി ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യാൻ. ഇതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ബെഡ്ഷീറ്റാണ്. അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ബെഡ്ഷീറ്റ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ബട്ട് ദിസ് ഇസ് ലൈക്ക് മൈ ഫേവറേറ്റ്. നല്ല മെറ്റീരിയലാണ്. ഇറ്റ്സ് കോട്ടൺ. പ്യുവർ കോട്ടൺ ആണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ കിടക്കാൻ നല്ല സുഖമുണ്ട്. അപ്പോൾ ക്വീൻ സൈസ് ഇങ്ങനത്തെ ഒരു ബെഡ്ഷീറ്റിന് വരുന്നത് ഓൾമോസ്റ്റ് 470 റുപ്പീസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറും നല്ല പ്രിൻസും ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ക്വീൻ സൈസ് അല്ലാതെ സിംഗിൾ ബെഡ്ഷീറ്റ്, കിങ് സൈസിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ കപ്പാണ്. സെറ്റ് ഓഫ് 6 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് വിത്ത് ദിസ് ക്ലോക്ക് പ്രിന്റ്. ഈ കപ്പിന്റെ ഡിസൈൻ ഭയങ്കര യുണീക്ക് ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് ആ ക്ലോക്ക് പ്രിന്റും ഞാൻ ഇതുവരെ അങ്ങനെ കപ്പിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇതിന്റെ പ്രൈസ് വരുന്നത് 650 റുപ്പീസ് ആണ്. അപ്പോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. 200 ml ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. ആൻഡ് ഓൾസോ ഞാൻ വാഷ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ സ്റ്റെയിൻ ഒന്നും പിടിക്കുന്ന മാതിരി തോന്നിയില്ല. സോ ഇറ്റ്സ് ഓവറോൾ എ വെരി ഗുഡ് പ്രൊഡക്റ്റ്, മസ്റ്റ് ബൈ ആണ്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഗ്ലാസ് ജാസ് ആണ്. ഇത് സെറ്റ് ഓഫ് 4 ആയിട്ട് കിട്ടുന്ന ഗ്ലാസ് ജാസ് ആണ്. നമുക്കിത് നട്ട്സ് ഇടാനും അല്ലെങ്കിൽ ഡ്രൈ പൗഡേഴ്സ് സ്റ്റോർ ചെയ്യാനും ഫ്രിഡ്ജിൽ പിക്കിൾ സ്റ്റോർ ചെയ്യാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ്. സെറ്റ് ഓഫ് 4 വരുന്ന പ്രൈസ് 400 റുപ്പീസ് ആണ്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു 84 പീസസിന്റെ വിനൈൽ സ്റ്റിക്കേഴ്സ് ആണ്. ഇത് നമുക്ക് മേസൺ ജാർസിലൊക്കെ, അപ്പോൾ നേരത്തെ കാണിച്ച പോലെ ജാർസിലൊക്കെ നമുക്ക് ലേബിൾ ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വൈറ്റ് പെൻസിലും വരുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് നമുക്ക് എഴുതി സ്റ്റോക്ക് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ആമസോൺ ബേസിക്സിൻ്റെ ഈ ഒരു വയർലെസ് മൈക്രോഫോൺ ആണ്. ഞാൻ കുറേ നാളായിട്ട് ഇത് വാങ്ങിക്കണം വിചാരിച്ചാണ്, പക്ഷേ ഇപ്പോഴാണ് വാങ്ങിക്കാൻ പറ്റിയത്. ഇത് യൂട്യൂബേഴ്സിനൊക്കെ ഒരു നല്ല ഓപ്ഷനാണ്. ഇറ്റ്സ് വെരി അഫോർഡബിൾ ഓൾസോ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. ആൻഡ് ഈ കാണുന്ന ഈ പിന്ന് നമ്മുടെ മൊബൈലിലോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ളതാണ്. ആൻഡ് ഇത് ബേസിക്കലി ഐഫോണിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു വയർലെസ് മൈക്രോഫോൺ ആണ്. ആൻഡ് ഇതിനകത്ത് ഒരു കുഞ്ഞ് ചാർജിങ് കേബിളും കൂടി കൊടുത്തിട്ടുണ്ട്. പുതിയതായി വരുന്ന യൂട്യൂബേഴ്സിനൊക്കെ വളരെ നല്ലൊരു എക്കണോമിക്കൽ ഓപ്ഷൻ തന്നെയാണിത്. കാരണം നിങ്ങളുടെ ഓഡിയോ ഒക്കെ നെക്സ്റ്റ് ലെവലിലോട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടെത്തിക്കും. അപ്പോൾ ഈ ഒരു പിൻ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ നമുക്ക് ചെറിയൊരു റെഡ് ലൈറ്റ് കത്തും. ആൻഡ് ഓപ്പോസിറ്റ് മറ്റേ ഭാഗത്ത് നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തും. അപ്പോൾ അത്ര തന്നെയുള്ളൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു വയർലെസ് ബ്ലൂടൂത്ത് ഷട്ടർ റിമോട്ട് കൺട്രോൾ ആണ്. എല്ലാ യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും ഉണ്ടാവേണ്ട ഒരു സാധനമാണിത്. കാരണം നമുക്ക് ഇപ്പോൾ ലോങ് ആയിട്ട് നിങ്ങൾ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ബ്ലൂടൂത്ത് വഴി ഇത് പെയർ ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഓഫ് ചെയ്യാൻ ജസ്റ്റ് ഒന്നും കൂടി പ്രസ് ചെയ്താൽ മതി. നമുക്ക് വീഡിയോ അല്ലാതെ ഫോട്ടോസ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 170 റുപ്പീസ് മാത്രമാണ്. സോ ഡെഫിനറ്റ്ലി ബൈ ദിസ്. ഞാൻ നേരത്തെ കാണിച്ച 2 പ്രൊഡക്ട്സും വളരെ ഡെലിക്കേറ്റ് ആണ്. സോ നിങ്ങളൊന്ന് സേഫ് ആയിട്ട് വെക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു റിംഗ് ലൈറ്റ് ആൻഡ് ട്രൈപോഡ് ആണ്. റിംഗ് ലൈറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയി. ആൻഡ് മറ്റേ ട്രൈപോഡ് വാങ്ങിച്ചിട്ട് ഞാനൊരു 6 മന്ത്സ് ആവുന്നതേ ഉള്ളൂ. രണ്ടും ഓക്കെ പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ ഭയങ്കര സ്റ്റേഡി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഒരു ചെറിയ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാർക്ക് ഇത് ധാരാളം മതി. ഈ റിംഗ് ലൈറ്റിനൊപ്പം തന്നെ നമുക്ക് മൊബൈൽ അറ്റാച്ച്മെന്റ് യൂണിറ്റും കൂടി വരുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ വെക്കുന്ന സമയത്ത് ആ താഴത്തെ ആ ഒരു ഇതിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ അത്രയും സ്റ്റേബിൾ അല്ല. നമ്മൾ എത്ര ടൈറ്റ് ചെയ്താലും മൊബൈൽ വെക്കുന്ന സമയത്ത് അങ്ങോട്ട് ചാഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ടാണ് ചെറിയ ഒരു ട്രൈപോഡ് വീണ്ടും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റേ ട്രൈപോഡും കൂടി വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ പുതിയൊരു ട്രൈപോഡ് വാങ്ങിച്ചപ്പോൾ അതിന് എനിക്ക് ചെറിയൊരു പ്രശ്നം തോന്നി. കാരണം ആ താഴത്തെ കാണുന്ന മൊബൈൽ ഇതാണ് ഞാനിപ്പോൾ കാണിക്കുന്നതാണ് അതിന് മൊബൈൽ വെക്കാനുള്ളൊരു സ്പേസ്. ചെറിയ രീതിയിൽ അത് തിരിയും, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഒരുപാട് ഫ്രണ്ടിലോട്ട് അതങ്ങ് ബെൻഡ് ആവത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിംഗ് ലൈറ്റിലുള്ള മൊബൈൽ യൂണിറ്റ് അതിൻ്റെ മുകളിലോട്ട് അറ്റാച്ച് ചെയ്തു. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് ചെയ്തതെന്താണത്. അപ്പോൾ അങ്ങനെ ചെയ്തു തന്നപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് എടുക്കാൻ പറ്റി. എല്ലാ രീതിയിലും ബെൻഡിങ് ആംഗിൾസിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റി. കാരണം അത് അത്രയും ഫ്ലെക്സിബിൾ ആണ്. ആ ഒരു താഴെ കാണുന്ന റോഡ് നമ്മൾ അതിൻ്റെ താഴത്തുള്ള അതിൻ്റെ നോർമൽ ട്രൈപോഡിൻ്റെ മൊബൈൽ യൂണിറ്റിൽ വെക്കുവാണെങ്കിൽ എനിക്ക് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നിയില്ല. ചെറിയ രീതിയിൽ ബെൻഡ് ആവും, പക്ഷേ ചില ആംഗിൾസിലോട്ട് നമുക്കത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിൽ ചെറിയതായിട്ട് മോഡിഫിക്കേഷൻ ചെയ്തതോടുകൂടെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. എനിക്കിപ്പോൾ നല്ല വൃത്തിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മുടെ റിംഗ് ലൈറ്റിൽ വരുന്ന കളർ വേരിയേഷൻസും കൂടി കാണിച്ചു തരാം. ഒരുപാട് കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്.
വരുന്നുണ്ട്. ഇതിപ്പോൾ സ്പൈറലായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഉണ്ട്, പിന്നെ ഇതാ ബ്ലൂ കളേഴ്സ് ഉണ്ട്. ഞാൻ പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, കാരണം ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ആകെ കൂടെ പ്ലെയിൻ വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ വാം ലൈറ്റ് ഈ രണ്ടെണ്ണം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എനിക്ക് ഈ കൈൻഡ് ഓഫ് കളർഫുൾ ലൈറ്റ്സ് ഇങ്ങനെ കറങ്ങുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ തല കറങ്ങും. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല. ബട്ട് ഓക്കെ, എനിക്ക് ഒന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ചും കൂടി ഈസ്തെറ്റിക്കലി പ്ലീസിങ് ആക്കാനും അല്ലെങ്കിൽ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കും ഇത്ര ചോയ്സസ്. എനിവേസ് റിംഗ് ലൈറ്റ് ആസ് സച്ച് നല്ലൊരു റിംഗ് ലൈറ്റ് തന്നെയാണ്. ഇറ്റ്സ് എ ഗുഡ് പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് സെറ്റ് ഓഫ് 3 ആയിട്ട് വരുന്ന സെൽഫ് അഡ്ഹസീവ് വാൾ പെയിൻറ്റിങ്സ് ആണ്. ഇതിപ്പോൾ ഞാൻ വളരെ റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ച പ്രൊഡക്ട്സ് ആണ്. ഇതുപോലെ ഒരു സെറ്റും കൂടി ഞാൻ ഓൾറെഡി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നാണ് വന്നത്. അപ്പോൾ ഇത് നമുക്കിന്ന് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കൂടുതൽ വീഡിയോസും ലിവിംഗ് റൂമിൽ നിന്നാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഭയങ്കര പ്ലെയിൻ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൽഫ് അഡ്ഹസീവ് വാൾ പെയിൻറ്റിങ്സ് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല രസമായിട്ടുണ്ട്. ആ ഒരു വാൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് 6 പീസിനും കൂടിയിട്ട് മാക്സിമം 350 റുപ്പീസേ ആയിട്ടുള്ളൂ. നല്ലൊരു ബൈ തന്നെയാണ്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു കേർട്ടൻ റോഡാണ്. ആക്ച്വലി ഇത് കേർട്ടൻ റോഡാണെങ്കിലും ഇത് പല രീതിയിൽ നിങ്ങൾക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഡ്രിൽ ചെയ്യാതെ കേർട്ടൻസ് ഇടാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇത്. നമ്മൾ ഡ്രിൽ ചെയ്തില്ലെങ്കിൽ പോലും ഡ്രിൽ ചെയ്തതിൻ്റെ സെയിം എഫക്റ്റ് ആണ്. അതായത് നമ്മൾ എത്ര പുള്ളി ചെയ്താലും അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടാണ് അവിടെ എടുക്കുക. ഒരു ഇഞ്ച് പോലും അവിടെ നിന്ന് അനങ്ങില്ല. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് അമേസിംഗ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ആമസോൺ ഹോൾ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ഐ വിൽ സീ യു ഇൻ another video with more exciting content. Till then, take care. Bye bye.